നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന വാർത്തയാണിത്. അവൻ എത്തിയിരിക്കുന്നു. യെസ്, വിൽ ജാക്സ് എത്തിയിരിക്കുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുംബൈ ഇന്ത്യൻസും CSKയും തമ്മിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. അതിനു മുമ്പ് അവരുടെ ടീമിനെ ശക്തിപ്പെടുത്താൻ വിൽ ജാക്സ് പറന്നിറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ മിന്നും പ്രകടനമാണ് ഇംഗ്ലീഷ് താരം നടത്തിയിരുന്നത്. 4 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. പൊള്ളിച്ചടുക്കിയ പ്രകടനമാണ് അന്ന് നടത്തിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം ടീമിനോടൊപ്പം മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. പക്ഷേ പരിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ശരിയായി മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ജോയിൻ ചെയ്ത് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ക്രിക് ബസ് ഇക്കാര്യം കൺഫേം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം വരുമ്പോഴുള്ള ഗുണം എന്താ? ഓൾറെഡി കഴിഞ്ഞ കളിയിലെ മികച്ച വിജയത്തോടു കൂടി മുംബൈ ഇന്ത്യൻസ് ട്രാക്കിലായി എന്നൊരു തോന്നലാണ്. വിൽ ജാക്സ് വരുമ്പോൾ മികച്ച ബാറ്ററാണ്, ക്വാളിറ്റി സ്പിന്നറുമാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒരുപോലെ ശക്തി പകരാൻ പറ്റും. ഓവർസീസ് സ്പിന്നേഴ്സ്, ക്വാളിറ്റി സ്പിന്നേഴ്സ് വേറെ ഉണ്ട്. മിച്ചൽ സാന്റ്നർ ഉണ്ട്, അല്ലാ ഗസിൻഫർ ഉണ്ട്. ശരി, പക്ഷേ മിച്ചൽ സാന്റ്നറും അല്ലാ ഗസിൻഫറും ഉണ്ടെങ്കിലും വിൽ ജാക്സിൻ്റെ ബാറ്റിംഗ് കപ്പാസിറ്റി അത് വേറെ തന്നെയാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ ഓപ്പണറായിട്ട് ഉപയോഗപ്പെടുത്താം. നേരത്തെ അദ്ദേഹം ഒരു വട്ടം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് 6-ാം നമ്പറിലും 7-ാം നമ്പറിലൊക്കെ ഇറങ്ങിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ലോവർ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കാം. അതല്ല, QDക്കൊപ്പം ഇനി പുതിയൊരു ഓപ്പണിംഗ് പെയറിനെ പരീക്ഷിക്കണോ, ഓപ്പണിംഗ് പാർട്ട്ണറെ പരീക്ഷിക്കണോ, അതിനും സാധിക്കും. ഏതായാലും മറ്റൊരു കാര്യം കൂടി, CSKയുടെ ക്യാമ്പിൽ നിന്ന് അത് MSD ഇതാ വാങ്കഡയിൽ പരിശീലനം നടത്തുന്നു. യുവതാരങ്ങളോടൊപ്പം വളരെ രസകരമായിട്ട് ബാൻഡറൊക്കെ പറഞ്ഞുകൊണ്ട് കീപ്പ് ചെയ്യുന്ന ധോണിയുടെ ഒരു വീഡിയോയും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം ഇനി വ്യാഴാഴ്ച കളിക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. നാളത്തോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തത ലഭിച്ചേക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.